ചെറിയ പെരുന്നാളൊക്കെയാണ് കടന്നുപോയത്. അപ്പോൾ ചെറിയ പെരുന്നാളും തൊട്ടടുത്ത ദിനവുമൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണത്തിൽ കാര്യമായ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലായി കുവൈത്തിൽ നിന്നും കേൾക്കുന്ന വാർത്ത ഇറാൻ അത് വീണ്ടും പുനരാരംഭിച്ചു എന്ന ആശങ്കാജനകമായ അപ്ഡേറ്റാണ്. കുവൈത്തിലേക്ക് പോകാം, എന്താണ് സംഭവിച്ചെന്നറിയാം. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ഇന്ധന ടാങ്കിനെ ലക്ഷ്യമിട്ട് നടന്ന ഡ്രോൺ ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് അറിയിക്കുന്നത്. നിലവിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രദേശത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായതായി അധികൃതർ വ്യക്തമാക്കി. അടിയന്തര നടപടികൾ ഉടൻ നടപ്പാക്കിയതായും അഗ്നിശമന സേന തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുന്നതായും അധികൃതർ അറിയിക്കുന്നു. സലീം കോട്ടയിലാണ് കുവൈത്തിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ നൽകുന്നത്. സലീം, ഇതെപ്പോഴാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ ആക്രമണം ഉണ്ടായത്? തീപിടുത്തം ഇപ്പോഴും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ലേ? കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിനെ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ ഇന്ധന ടാങ്കിനെ ലക്ഷ്യമിട്ടാണ് ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അത് തടയാൻ കഴിഞ്ഞു, പക്ഷേ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചാണ് അവിടെ തീപിടുത്തം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായോ എന്നിപ്പോൾ നമുക്ക് വ്യക്തതയില്ല. എങ്കിൽ കൂടിയും ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല എന്നിപ്പോൾ കുവൈത്ത് ഡിഫൻസ് മിനിസ്ട്രി സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ആ തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.